ഹലോ ഗൈസ്, പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സോ നമുക്കിനി പൂക്കളിടാനുള്ള പരിപാടിയിലേക്ക് പോകാം. രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല പൊറിഞ്ഞ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെ നേരത്തെ തന്നെ ഇടാൻ പറ്റിയില്ല. അതായത് വീട്ടിലുള്ള മിക്ക പൂക്കളുടെയും വെള്ളമൊക്കെ നിറഞ്ഞാകാം സീനായി കിടക്കാണ്. പക്ഷേ നമുക്ക് പിന്നെ വേറൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം നമുക്ക് പൂക്കൾ കുറവാണ്. നമ്മുടെ പൂക്കളൊക്കെ ഇവിടെ മാരിഗോൾഡൊക്കെ നിൽപ്പുണ്ട്, പക്ഷെ അതൊക്കെ ആയി വരുന്നുള്ളൂ. അതായത് നമുക്ക് ഒരു വലിയ പൂക്കളം സെറ്റ് ചെയ്യാൻ പറ്റൂല. അപ്പം നമുക്ക് ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന ചൊല്ല് പോലെ നമുക്ക് ഉള്ളത് വെച്ചുള്ള പൂക്കളം സെറ്റ് ചെയ്യാം. സോ എന്തായാലും പൂ പറിക്കാൻ പോകാം ഗൈസ്. ഇവിടെ ബ്രൈഡൽ ബൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ ഇതിന്ന് ഈ ഒരു സെറ്റ് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർഡർ വയ്ക്കാനായിട്ടുള്ള പൂവാകും ഗൈസ്. അപ്പോൾ ഇത് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇഷ്ടം പോലെ പൂ കിട്ടാനായിട്ട് ഇത് ഈ ശംഖുപുഷ്പം നിൽപ്പുണ്ട് ഗൈസ്. ഉണ്ട്, എവിടെ നോക്കിയാലും ബ്ലൂ കളറും മയമാണ്. പിന്നെ മാരിഗോൾഡ് നമുക്ക് ഓറഞ്ച് മാത്രമേ ഉള്ളൂ, യെല്ലോ ഒക്കെ ആയി വരുന്നുള്ളൂ. പിന്നെ ഇത് ഇത്രയും ഉണ്ടെങ്കിലും ഇതിപ്പോൾ സെപ്റ്റംബറിലാണ് നമുക്ക് ഓണമെന്നെങ്കിൽ ഇഷ്ടം പോലെ പൂവുണ്ടായേനെ. നമ്മളിവിടെ പൂക്കൾ ഇവിടെ ഈ ഇതൊക്കെ വരാനായിട്ടുണ്ട്. പക്ഷേ ഓണം നേരത്തെ വന്നുകൊണ്ട് നമുക്ക് പൂക്കളിടാൻ പറ്റാത്ത അവസ്ഥയായി ഗൈസ്. സോ എന്തായാലും പൂക്കളൊക്കെ പറിച്ച് സെറ്റ് ചെയ്യട്ടെ. ഇവിടെ നമുക്കിത് ഈ വലിയ പൂവുണ്ട് ഗൈസ്. ഇത് അത്യാവശ്യം വലിയ ഇതളായതുകൊണ്ട് നമുക്ക് കുറച്ചധികം സ്പേസ് ചെയ്ത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ പൂവിൻ്റെ ഒരു ഗുണം ഒട്ടുക്കത്തെ മണമാണ് ഗൈസ് ഈ പൂവിന്. ഈ പൂക്കളത്തിലിട്ട് കഴിഞ്ഞാൽ പൂക്കളത്തിനൊരു ആ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക മണമായിരിക്കും. സോ ഇതെടുക്കാം. പിന്നെ ഇതുപോലത്തെ റെഡ് പൂവും പൊട്ടിക്കാം നമുക്ക്. കുഞ്ഞീത് ഉള്ളത് വെച്ച് നമ്മൾ ഓണം പോലെ പൂക്കളിടും ഗൈസ്. പിന്നെ ഇതിവിടെ ഈ പൂവുണ്ട്, ഇതൊക്കെ പൊട്ടിച്ച് സെറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ പൂക്കളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എത്ര പൂ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. നമുക്കതായത് ഇത്രയും വെറൈറ്റി പൂക്കൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് 1 2 3 4 5 6 7 8 9 പിന്നെ ഒരു റോസ് ഉണ്ട്. 10 വെറൈറ്റി പൂക്കളുണ്ട് ഗൈസ്. നമുക്ക് ഒരു വെറൈറ്റി തന്നെ കുറേ ഇല്ലെങ്കിൽ നമുക്ക് 10 വെറൈറ്റി പൂക്കൾ സെറ്റ് ചെയ്യാം നമുക്ക് ഈ പ്രാവശ്യത്തെ പൂക്കളത്തിൽ. പിന്നെ നമുക്ക് സെൻറ്ററിൽ വെക്കാൻ കൂടി ഒരു പൂവും കൂടി വേണം. അതിന് വേണ്ടി ഞാൻ നോക്കി അതിനിപ്പോൾ നല്ല കിടലനൊരു മുല്ല നിൽപ്പുണ്ട്. ഇത് ഈ മുല്ലപ്പൂ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് സെൻറ്ററിൽ വെച്ച് സെറ്റ് ചെയ്യാം. കാണാൻ നല്ല രസമായിരിക്കും. ഇത് സെൻറ്ററിൽ അങ്ങനെ ഇരുന്നിട്ട് ഇതിന് ചുറ്റും നമുക്ക് ബാക്കി പൂക്കളൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടൊരു കിടലൻ പൂക്കളം നമുക്ക് സെറ്റ് ചെയ്യാം. സോ എന്തായാലും പൂക്കളം സെറ്റ് ചെയ്തിട്ട് ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ പൂക്കളം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇരിക്കണോ ഇനി ക്ലിയർ ആയിട്ട് കാണിച്ചാൽ എങ്ങനെയുണ്ട് ഗൈസ് നമ്മുടെ പൂക്കളം. 10 വെറൈറ്റി പൂക്കൾ വെച്ചിട്ടുള്ള നമ്മുടെ പൂക്കളം എങ്ങനെയുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ നമുക്ക് വീട്ടിൽ കിട്ടിയ പൂക്കൾ വെച്ചിട്ടുള്ള പൂക്കളം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാണാൻ നല്ല ഉദിപ്പും ഭംഗിയൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. ഫുള്ളൊരു ബ്ലൂ മയാണ് ഗൈസ്. ആരും ഇതുവരെ ചെയ്യാത്ത പോലെ നമ്മളൊരു ബ്ലൂ കളറിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു ബ്ലൂ കളർ വന്നപ്പോൾ ഒരു നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൽ അശോക ചക്രമുള്ള പോലത്തെ ഒരു സെറ്റപ്പൊക്കെ ആയി വന്നെങ്കിലും പൂക്കളം കൊള്ളാനില്ല ഗൈസ്. എങ്ങനെയുണ്ട് കമൻറ്റ് ചെയ്യുക ഗൈസ്. സോ ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നമുക്ക് ഓണസദ്യയാണ്. സോ അമ്മ അവിടെ കറികളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ പായസം കൂടി ഇനി വെക്കാണ്ട് ബാക്കിയൊക്കെ ഒരുവിധം സെറ്റാണ്. അങ്ങനെ നമുക്ക് പാലട പായസം ആയിട്ടുണ്ട്, കറികളും സെറ്റായിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് കഴിക്കാനായിട്ടുള്ള ഇല പൊട്ടിക്കണം. സോ നമ്മുടെ വീട്ടിലത്തെ ഇലകളൊന്നും പോരാ. അപ്പം പറമ്പിലുള്ള ഇല പൊട്ടിക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ 3 ഇല നമുക്ക് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതിൽ തന്നെ പിടിച്ചിട്ടുണ്ട് ഗൈസ് ഇല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സദ്യ വിളമ്പിട്ട് കാണാം. അപ്പോൾ ഓണസദ്യക്കുള്ള കറികൾ നമുക്ക് പയർ ഉപ്പേരി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, കാളനുണ്ട്, അവിയലുണ്ട്, എരിശ്ശേരി ഉണ്ട്, കൂട്ടുകറി ഉണ്ട്, പിന്നെ ഇഞ്ചിയമ്പുളി ഉണ്ട്, പപ്പടമുണ്ട് ഗൈസ്.
അപ്പോൾ ഈ വർഷത്തെ നമ്മുടെ ഓണം അവസാനിച്ചിരിക്കുകയാണ്. സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് ബൈ.